ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം 22 സാധാരണ കാലം 22 ഞായർ. ലൂക്കാസിന്റെ സുവിശേഷം 14 അധ്യായം 1 വാക്യവും പിന്നെ 7 മുതൽ 14 വരെ വാക്യങ്ങളുമാണ് ഇന്നത്തെ സുവിശേഷം. അന്ന് ഇങ്ങനെ സംഭവിച്ചു. ഫരിസേയ പ്രമാണികൾ ഒരുവന്റെ വീട്ടിൽ അവൻ അപ്പം ഭക്ഷിക്കാൻ ഒരു സാപത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ ആസനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ കല്യാണ വിരുന്നുകൾക്ക് ക്ഷണിച്ചാൽ മുഖ്യ ആസനത്തിൽ ഇരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം. നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നീ ലജ്ജിച്ച് അവസാന സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. അത് പാടില്ല. നീ ക്ഷണിക്കപ്പെടുമ്പോൾ പോയി അവസാനത്തെ സ്ഥലത്ത് ഇരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്ന് ഇരിക്കുക എന്ന് പറയാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. എന്നാൽ തന്നെ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു, നീ പ്രഭാത ഭക്ഷണമോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിക്കുകയും അത് നിനക്ക് പ്രത്യുപകാരമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനാകും. എന്നാൽ നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഈ തിരുവചനം ഒരുപാട് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മൾ പല മീറ്റിങ്ങിൽ ചെന്നാൽ മുമ്പത്തെ പല ബെഞ്ചുകളും അങ്ങനെ എംറ്റി ആണ്, ശൂന്യമാണ്. കാരണം എന്താ, തന്നേക്കാൾ ക്യാമന്മാർ വന്നാലോ എന്ന് വെച്ചിട്ട് പുറകിൽ ചെന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഏറ്റവും മുമ്പിൽ ചെന്നിരിക്കാൻ പോകും. ഞാൻ പണ്ട് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ വേണ്ടി പോയപ്പോൾ ഏറ്റവും മുമ്പിൽ ചെന്നിരിക്കാനായിട്ട് ആഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ പുറകോട്ട് മാറ്റി. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് അതുപോലെ ഞാൻ ഏതൊരു പ്രോഗ്രാമിൽ സിനിമാ നടന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പത്തെ റോയിൽ, അന്ന് പിന്നെ എനിക്ക് മുമ്പത്തെ റോയിൽ സ്ഥലം കിട്ടി. ഏതൊരു കോളേജിൻ്റെ മറ്റൊരു പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ മുമ്പിൽ ചെന്നിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ പുറകോട്ട് മാറിയിരിക്കാൻ പറയും. ചിലപ്പോൾ നമ്മൾ ഏറ്റവും പുറകിൽ ചെന്നിരിക്കും, മുമ്പോട്ട് കയറിയിരിക്കാൻ പറയും. അങ്ങനെ ഇതൊക്കെ ഈ പലപ്പോഴും മീറ്റിങ്ങൾക്ക് ആൾക്കാർ മുമ്പിൽ കയറി ഇരിക്കാൻ പറഞ്ഞാലും ക്ലാസ് റൂമിലൊക്കെ വന്നാൽ കയറിയിരിക്കാൻ മടിക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്നത് പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം. ഏതായാലും ഈ തിരുവചനം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മുമ്പിൽ ഇരിക്കാൻ ആൾക്കാർ കിട്ടാതെ വരുന്ന ഒരു പ്രശ്നമുണ്ട്. എങ്കിലും ഈ തിരുവചനത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലത്തെ യവന ലോകത്തെ, ഗ്രീക്ക് ലോകത്തെ ഒരു സാമൂഹ്യ സംവിധാനം തിരിച്ചറിയണം. സിംബോസിയം എന്നാണ് അതിന് പറയുക. സിംബോസിയം ഇപ്പം നമ്മുടെ സിനഡ് എന്ന് പറയുന്ന പോലെ, ഏതാണ്ട് സിനഡ് പോലെയാണ്. ഭക്ഷണത്തിരിക്കുമ്പോൾ ഗൗരവപൂർവ്വമായി ചർച്ച നടത്തുന്നതാണ് സിംബോസിയം. സിം ഫിനയൻ എന്നാണ് ഗ്രീക്ക് വാക്ക്. ഈ ഒന്നിച്ച് കുടിക്കുക എന്നാണ് വാക്കിനർത്ഥം. പിനയൻ എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നാണ്. ഒന്നിച്ച് കുടിക്കുക. 30 താഴെ ആളുകളാണ് സാധാരണയായി ഒരു സിംബോസിയത്തിൽ ഉണ്ടാവുക. നിലത്ത് തലയണയിൽ ചാരിയിരുന്നാണ് തീറ്റയും കുടിയും ചർച്ചയൊക്കെ. ഒരു സമൂഹ വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ, ഇങ്ങനെയുള്ളൊരു സമൂഹ വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ ദൈവരാജ്യത്തിന്റെ ചില സവിശേഷതകൾ ഈശോ അവതരിപ്പിക്കുകയാണ്. അതാണ് ഈ 14 അധ്യായം. 14, 15, 16 അങ്ങനെ തന്നെയാണ് ലൂക്കാസിന്റെ സുവിശേഷം. യുഗാന്ത വിരുന്ന് സജ്ജമാക്കുന്ന ആതിഥേയനാണ് യേശു. 14:2 അത് പറയുന്നുണ്ട്. ലൂക്കാസ് 14:2 ഒരു മഹോദര രോഗിയെ സാപത്തിൽ സുഖപ്പെടുത്തുന്നതോടെയാണ് ഈ ജ്ഞാന സംവാദങ്ങളുടെ സിംബോസിയം ആരംഭിക്കുന്നത്. അപ്പൊ ഈ ഫരിസേയ പ്രമാണികളിൽ ഒരാളാണ് കർത്താവിന് സിംബോസിയത്തിന് വിളിക്കുന്നത്. ഈ സിംബോസിയത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകളിൽ പ്രധാനമായിട്ട് 3 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഗൗരവമായ ചർച്ചയാണല്ലോ. ഒന്ന്, അശുദ്ധരെന്ന് മുദ്ര കുത്തപ്പെട്ടവരുമായി സൗഹൃദം സ്ഥാപിക്കാമോ? അശുദ്ധർ എന്ന് മുദ്ര കുത്തപ്പെട്ടുന്ന കുറെ പേരുണ്ട് സമൂഹത്തില്. അവരുമായി സൗഹൃദം സ്ഥാപിക്കാമോ? നമ്മുടെ നാട്ടിലുണ്ടല്ലോ മേലാളന്മാർ, കീഴാളന്മാർ, ജാതി വ്യവസ്ഥ, അങ്ങനെ കുറെ സംഗതികളുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഈ മേലാള, കീഴാള ജാതി വ്യവസ്ഥയുള്ള അതുപോലത്തെ ഒരു ജാതി വ്യവസ്ഥ അക്കാലത്തുണ്ട്. നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ പോലെ അല്ലെങ്കിലും അതില് സൗഹൃദം, അങ്ങനെ ഈ താഴ്ന്ന ജാതിക്കാരുമായി സൗഹൃദം സ്ഥാപിക്കാൻ മേൽജാതിക്ക് അവകാശമുണ്ടോ ഇല്ലയോ? ഇതാണ് ഒരു ചോദ്യം. 2, എന്താണ് ഒരാളെ ഈ താഴ്ന്ന ജാതിക്കാരനാക്കുക, അശുദ്ധനാക്കുക? 3, ക്രൈസ്തവ വിരുന്നുകളിൽ പങ്കെടുക്കാൻ ആരെയൊക്കെ ക്ഷണിക്കാം? ഓരോ ചോദ്യങ്ങൾക്കും ഓരോ വിരുന്നിന്റെ സന്ദർഭത്തിലാണ് കർത്താവ് ഉത്തരം നൽകുന്നത്. ഇവിടെ സാപത്തിലാണ് ഈ സംഗതി. 5 സാപത്തുകളിൽ യേശു രോഗശാന്തി നൽകിയിട്ടുണ്ട് ലൂക്കാസിന്റെ സുവിശേഷം അനുസരിച്ച്. ഈ സാപത്തില് യേശു നടത്തുന്നത് 5ാമത്തതും അവസാനത്തതുമായ രോഗശാന്തിയാണ്. ആ രോഗശാന്തിയാണ് ഈ സിംബോസിയത്തിന് ശരിക്കും പറഞ്ഞാൽ തിരി കൊളുത്തുന്നത്. എന്നാണ് ഈ രോഗശാന്തി കഴിഞ്ഞിട്ടാണ് ഈ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നത്. സമൂഹത്തിലെ ആചാരമര്യാദകളെ കുറിച്ചല്ല ഈ
ഈ ഈ ഈ സംഭവം പറയുന്നത്. കർത്താവ് അന്നത്തെ ഒരു സിംബോസിയം പോലെയുള്ള പരിപാടി പങ്കെടുത്തപ്പോൾ അവിടെ കണ്ട സമൂഹത്തിലെ കണ്ട സംഗതികളുടെ വെളിച്ചത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കണേ. സമൂഹത്തിലെ ആചാരമര്യാദകളെ കുറിച്ചല്ല കർത്താവ് പഠിപ്പിക്കണേ. അന്നത്തെ സമുദായത്തിൽ കണ്ട ആ സമൂഹത്തിൽ കണ്ട ആചാരമര്യാദകളെ വെളിച്ചത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത്. അത് ദൈവം എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു. സമൂഹത്തിലെ ആചാരമര്യാദകളെ പശ്ചാത്തലത്തിൽ പറയുന്നു മാത്രം. സിംബോസിയത്തിൽ പങ്കെടുക്കാൻ വന്ന ചിലര് മുന്തിയ ഇരിപ്പിടങ്ങൾ തേടുന്നത് യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിംബോസിയത്തെക്കുറിച്ചുള്ള സാഹിത്യ രൂപത്തില് ആദരവിന്റെ ഇരിപ്പിടങ്ങളെക്കുറിച്ച് ചില ആചാരമര്യാദകൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ രൂപപ്പെടുത്തിയ ആചാരമര്യാദകളുടെ പശ്ചാത്തലത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് യേശു. പ്രോട്ടോകോൾ എന്ന് പറയില്ലേ, പ്രധാനമന്ത്രി വരുമ്പോൾ എവിടെ നിൽക്കണം, എവിടെ ഇരിക്കണം, ഇതിനെല്ലാം കൃത്യം പെരുമാറ്റച്ചട്ടമുണ്ട്, പ്രോട്ടോകോള്. ഇതുപോലെ ഒരു പ്രോട്ടോകോള് അക്കാലത്തും ഉണ്ടായിരുന്നു സമൂഹത്തില്. ഏത് കസേരയിൽ ആരിക്കണം എന്നൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതിയൊക്കെ വെക്കുമല്ലോ, ഇന്നാളൊക്കെ. അപ്പൊ അങ്ങനെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും ഇരിക്കാനുള്ള പ്രത്യേകം പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അതായത് എവിടെ ഇരിക്കണം, ആര് എവിടെ ഇരിക്കണം എന്ന കാര്യങ്ങളൊക്കെ കൃത്യം എഴുതി വെച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടം. അതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവരാണ് ഈ മുന്തിയ ആസനങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നടക്കുന്നത്. ഈ ക്ഷണിക്കപ്പെട്ടവർ എന്നുള്ള ഗ്രീക്ക് വാക്ക് കെക്ലെമെനോയ് എന്നാണ്. കെക്ലെമെനോയ് കാലയ എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. ഇതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്, രണ്ട് സൂചനകളുണ്ട്. ഒന്ന്, ആതിഥേയന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയവര്, ക്ഷണിക്കപ്പെട്ടവര്, ആതിഥേയന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയവര്. രണ്ട്, മറ്റൊരർത്ഥം കൂടിയുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് സ്വയം കരുതിയവര്, തങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് അങ്ങനെ കരുതിയവര്. അബ്രഹാമിന്റെ സന്തതികളെന്ന നിലയിൽ തങ്ങളുടേതാണ് തെരഞ്ഞെടുക്കപ്പെട്ട വംശമെന്ന് കരുതിയവര്. ദൈവം തെരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡം ഈ പശ്ചാത്തലത്തിൽ യേശു വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ക്ഷണിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാകാം. ഒന്ന്, ആതിഥേയം ക്ഷണിച്ചവര്, അല്ലെങ്കിൽ ദൈവം തങ്ങളെയാണ് തെരഞ്ഞെടുത്തതെന്ന് സ്വയം കരുതിയവര്. അങ്ങനെ ഈ മുന്തിയ ആസനങ്ങളിലൊക്കെ ചെന്നിരിക്കണ കണ്ടപ്പോൾ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു ഉപമ, താനാണ് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവൻ, ചെറിയവൻ എന്ന് കരുതാനുള്ള സത്യസന്ധത, ആർജവത്വം ഉണ്ടാകണമെന്നാണ് ആ ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നത്. സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവൻ, ചെറിയവൻ താനാണെന്ന് കരുതുക. ഇതത്ര എളുപ്പമല്ല. നമുക്കറിയാലോ, നാം എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കാനുള്ള പ്രവണത നമ്മിലുണ്ട്. നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ കാല് കവച്ച് വെച്ച് നടക്കും, എന്തോ വലിയൊരാളാന്ന മട്ടില. ഞാൻ പണ്ടൊക്കെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ അച്ഛന്മാരോടാണെങ്കിലും സിസ്റ്റേഴ്സിനോടും പറയാറുള്ള സംഗതി, ഒരു മഠത്തിൽ ചിലപ്പോൾ 4-5 കന്യാസ്ത്രീകളേ ഉള്ളൂ. അവിടെ ഒരു മദർ സുപ്പീരിയർ, 4 പേരുടെ സുപ്പീരിയറാണ്. പക്ഷെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു 40,000 പേരുടെ തലവനാന്ന് തോന്നുന്നു, ഇങ്ങനെ നേതാവാണ്, മദറാണ് തോന്നും. അത്ര അഹങ്കാരം വേണ്ട. ഇപ്പം മദറാകാനായിട്ട് ആൾക്കാരെ കിട്ടാനില്ല. കാരണം എന്താ, ഈ 3 പേരും കൂടി ഈ മദറായ ആളെ കൊത്തിക്കൊല്ലുന്ന ഒരു അവസ്ഥയാണ്, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യാതെ. പണ്ട് അധികാര പ്രമത്തതയായിരുന്നു പ്രശ്നം. ഇപ്പൊ അധികാരം ഏൽക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല. കാരണം എന്താ, അധികാരത്തിൽ വരുന്നവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലർ അധികാര പ്രമത്തത കാണിക്കുന്നു, ചിലർ അധികാരത്തിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, 4 ആളുടെ തലവനാണെങ്കിൽ പോലും ഒരു അഹങ്കാരം നമുക്ക് വരാം. ഞാൻ എന്തൊക്കെയോ ആണെന്ന് തോന്നൽ വരാം. നമ്മുടെ വീടുകളിലെ പ്രശ്നം നോക്കി, ഭാര്യയും ഭർത്താവും ബേസിക്കായിട്ട് ഈഗോ പ്രശ്നമല്ലേ. ആരാണ് വലുത്? ഞാനാണ് കെട്ടിയോൻ, ഞാനാണ് തല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. മറ്റാൾ പറയും ഞാനും നിങ്ങൾക്ക് തുല്യരാണ്, എനിക്കും തുല്യമായ അന്തസ്സുണ്ട്. അപ്പൊ ഈ ഒരു ഞാൻ നിന്റെ യജമാനനാണ് എന്നുള്ള ഒരു അവസ്ഥ, ഒരു ഒറ്റ ഭാര്യ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ. അപ്പോൾ ഒരാളുടെ തലവനായിരിക്കാനുള്ള ആ അഹങ്കാരം നമുക്കുണ്ട്. ചെറുതാകാൻ, ഏറ്റവും താഴ്ന്നവനാകാൻ, ചെറിയവനാകാൻ അത് എളുപ്പമല്ല. നാം എന്തൊക്കെയാണെന്ന് എപ്പോഴും വിചാരിക്കാനുള്ള പ്രവണത നമ്മിലുണ്ട്. നമ്മളത് തിരിച്ചറിയണം. ആ പ്രവണത ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അംഗീകരിക്കണം, തിരിച്ചറിയണം, എന്നിട്ട് അതിനെതിരെ പോരാടണം. നമ്മുടെ ഈ അഹന്തയ്ക്കെതിരെ, ധാർഷ്ട്യത്തിനെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം. നമ്മൾ എന്തോ ആണെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് എളിമയുണ്ടാകില്ല. അതൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്, എന്നിട്ട് അതിനെതിരെ പോരാടണം. സ്വയം ചെറിയവനെന്ന് കരുതുകയും മറ്റുള്ളവരുടെ കരുതൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവനെയാണ് ദൈവരാജ്യത്തിൽ വലിയവൻ എന്ന് പറയുന്നത്. സ്വയം ചെറിയവനെന്ന് കരുതുകയും മറ്റുള്ളവരുടെ കരുതൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവനെയാണ് ദൈവരാജ്യത്തിൽ വലിയവനെന്ന് കരുതുന്നത്. മാന്യമായി വസ്ത്രം ധരിച്ചവരെ വലിയ ആളുകളായി പണ്ട് ആദരിക്കാനും അല്ലാത്തവരെ തിരസ്കരിക്കാനുള്ള ശീലമാണ് സമുദായങ്ങൾക്കൊക്കെ ഉള്ളത്. സമുദായത്തിന്റെ ഈ സമ്മർദ്ദത്തെ അതിജീവിച്ചാലേ വിനയമുള്ളവരായിരിക്കാൻ കഴിയൂ. ഞാൻ പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ
അപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെ ഒരുപാട് പുസ്തകങ്ങളുമായിട്ടാണ് പോവുക. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മധ്യപ്രദേശിൽ സത്നയിൽ സെമിനാരിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് 3 വർഷം. അപ്പോൾ അവിടേക്ക് ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു 4-5 വലിയ പെട്ടികളിൽ പുസ്തകമായിട്ടാണ് പോകുന്നത്. പുസ്തകം എൻ്റെ ഒരു കൂടപ്പിറപ്പ് ഇങ്ങനെ ഞാൻ എപ്പോഴും കാണും. രാത്രി 1 മണിക്കാണ് തൃശ്ശൂരിൽ നിന്നും ട്രെയിൻ കയറേണ്ടത്, എല്ലാവരും ഉറങ്ങുന്ന സമയം. അപ്പോൾ എന്നെ കൊണ്ടാക്കാൻ കുറേ യുവാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പെട്ടി എടുത്ത് വെച്ചു. അപ്പം ഉറങ്ങിയിരുന്ന ഒരാൾ ശല്യപ്പെട്ടു. അങ്ങനെ ആൾക്ക് ഉറക്കത്തിന് ശല്യമായി. അയാൾ എഴുന്നേറ്റ് എന്നെ എമ്പരപ്പ് ചീത്ത പറഞ്ഞു, ഇത്രയും വലിയ പെട്ടികളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്, ഉറക്കം ശല്യപ്പെടുന്നത്. എല്ലാം പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ ഈ ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചൊന്നും പറയണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം, ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് പെട്ടിയെല്ലാം സീറ്റിനടിയിലൊക്കെ വെച്ച് ഒരു ഇച്ചിരി നേരം കൊണ്ട് തന്നെ എല്ലാം ശാന്തമായി. പിറ്റേ ദിവസം എൻ്റെ വേറെ ചില അച്ഛന്മാരുണ്ട്, അവർ എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അവരന്വേഷിച്ച് നടന്നിട്ടൊന്നും എന്നെ അവർ കാണുന്നില്ല എന്നെ. കുറേ കഴിഞ്ഞപ്പോഴാണ്, അപ്പം ഞാനൊരു ഡിക്ഷണറി ഓഫ് കാനഡ എന്ന് പറഞ്ഞിട്ട് ലോകത്ത് തന്നെ കാനഡയിലേക്ക് ഒരു നിഘണ്ടു എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ എഴുതിയതാണ്, വെസ്റ്റ് ബംഗാളിൽ വർക്ക് ചെയ്യുന്ന അച്ഛൻ. അത് പബ്ലിഷ് ചെയ്യുന്നത് എൻ്റെ ബിബ്ലിയ അക്കാദമിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ഡിക്ഷണറി ഓഫ് കാനഡയുടെ പ്രൂഫ് വായിച്ചുകൊണ്ടിരിക്കുക ട്രെയിനത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ദോശ വാങ്ങിച്ച് കഴിച്ചു. ഈ പ്രൂഫ് വായനയിലാണ്. ഈ പ്രൊഫസർമാർ, സത്രനത്തെ പ്രൊഫസർമാർ എന്നെ അന്വേഷിച്ച് അങ്ങോട്ട് എല്ലാ ബോഗിയിലും നടക്കുകയാണ്. മാണിപ്പറമ്പിലച്ഛന് ട്രെയിൻ മിസ്സായി. രാത്രി 1 മണിക്കാണല്ലോ ഞാൻ കയറുന്ന, അവരൊക്കെ ഉറക്കത്തിലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ അവിടെ ഇരിക്കുന്ന കൂട്ടുകാരിൽ അവരിയ്ക്കുന്ന കുറേ പേരിൽ ഒരാൾ ചെന്നിട്ട് മറ്റേ അച്ഛനന്മാരോട് പറഞ്ഞു, അവിടെ ഒരു തലനരച്ചൊരു അപ്പാപ്പനെ എടുത്തിട്ട് വായിക്കുന്നുണ്ട്, അതായിരിക്കുമോ ഈ മാണിപ്പറമ്പിലച്ഛൻ? ഇത് 2005-ലത്തെ കാര്യമാണ് പറയണേ. 2005, അതായത് 20 കൊല്ലം മുമ്പ്. അപ്പോൾ എനിക്ക് 41 വയസ്സ്. പക്ഷെ എൻ്റെ തലമുടിയൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പം 41 വയസ്സിലും മുടി നരച്ചിട്ടുണ്ട്. അപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു അപ്പാപ്പനാണ്. അപ്പോൾ ഈ പിള്ളേരിൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛന്മാരോട് പറഞ്ഞു, ഇരിക്കുന്നതായിരിക്കുമോ, അപ്പാപ്പനായിരിക്കുമോ ഈ മാണിപ്പറമ്പിലച്ഛൻ? അങ്ങനെ അവിടുത്തെ ഡീൻ ഓഫ് സ്റ്റഡീസ് അച്ഛൻ വന്നു, കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ഈ തലേ ദിവസം എന്നോട് വഴക്കടിച്ച ആള് പിറ്റേ ദിവസം എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ചമ്മാച്ചനാണ്. പിറ്റേ ദിവസം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ചമ്മാച്ചനാണ് രാത്രി ബഹളായത്. ഞാൻ സത്രയിൽ എത്തിയതും ഈ ചമ്മാച്ചൻ ഈ 5 പെട്ടികൾ അദ്ദേഹം തന്നെ തലയിൽ ചുമന്ന് എൻ്റെ മുറിയിലെത്തിച്ചു. കാരണം എന്താ, ഒരു പ്രായശ്ചിത്തം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിങ്ങനെ മാന്യമായി വസ്ത്രം ധരിച്ച് ഇല്ലേ, നല്ല ചുള്ളൻ മുടിയൊക്കെ ആയി അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ആണെങ്കിൽ ഇല്ലേ, പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെയുള്ളവരെ കണ്ട് ആദരിക്കാനും അല്ലാത്തവരെ തിരസ്കരിക്കാനുള്ള ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിപ്പോൾ എനിക്കും സംഭവിക്കാം, നിങ്ങൾക്കൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇത് സമുദായങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. സമുദായത്തിന്റെ ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അപ്പം നമുക്ക് വിനയമുണ്ടാകും. ഈ സമൂഹം എങ്ങനെയാണ് ഓരോരുത്തരും വിലയിരുത്തുന്നത്, അതിനെ ഇല്ലേ സമൂഹം വിചാരിക്കുന്ന പോലെയൊക്കെ നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? നമ്മുടെ കേരള സമുദായത്തിന് ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എന്താണ്? അയൽപ്പക്കത്തുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ വേണം. നമുക്ക് മാന്യമായി ജീവിക്കാനുള്ള സംഗതിയൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും നമുക്കതിൽ തൃപ്തിയില്ല. അയൽപ്പക്കത്തുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ വേണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പൈസ ഇല്ലെങ്കിലും ലോൺ എടുക്കുകയാണ്. അതിന് അത്തരം സമ്മർദ്ദങ്ങളെ, സാമൂഹിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നത് അത് അങ്ങനെ വേണമെന്നാണ് കർത്താവ് പറയണേ. അത് വിനയത്തിന്റെ ഒരു ഭാഗം കൂടിയാണെന്ന്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അവസാന സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരുന്ന കർത്താവ് പറയുന്നുണ്ട്. നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. അത് അങ്ങനെ പറയുന്നത് ദൈവശാസ്ത്രപരമായ ഒരു കാരണമാണ് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് പ്രമുഖൻ എന്ന് ദൈവം നിലപാടെടുക്കില്ല. പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് പ്രമുഖൻ എന്ന് ദൈവം നിലപാടെടുക്കില്ല. ഇരിപ്പിടത്തിന്റെ മഹിമയാൽ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. പൊങ്ങച്ചമുള്ള ആളുകളെ മനുഷ്യർ പോലും മാനിക്കില്ലല്ലോ. ദൈവം അഹങ്കാരികളെ നശിപ്പിക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ കന്യാമറിയം പറയുന്നുണ്ട് സ്തോത്രഗീതത്തില് 1:46-56 ഈ ലൂക്കാസിന്റെ സുവിശേഷം. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു, പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി, പിന്നെ പ്രധാനമന്ത്രിയായി 2 ടേമിൽ. അദ്ദേഹം പ്രധാനമന്ത്രി പിന്നെ നിവൃത്തിയില്ല, ഈ വലിയ കാർ ഉപയോഗിക്കണം. പക്ഷേ അതുവരെ ഈ ധനമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ ഒരു മാരുതി 800 കാറാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇത്രയും ഈ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്ന ആള് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ലോകത്തിലെ ഇപ്പോൾ 4-മത്തെയോ മറ്റോ 5-മത്തെയോ മറ്റോ വലിയ എക്കോണമിയാണ് ഇന്ത്യയുടേത്. അങ്ങനെയുള്ളൊരു ഇന്ത്യ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു 800 കാറ് ഓടിച്ച് നടക്കുകയാണ്, മാരുതി. അപ്പൊ ചോദിച്ചു, ഇതാണോ താങ്കളുടെ കാറ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, കാറല്ല എനിക്ക് മഹത്വം നൽകുന്നത്, ഓടിക്കുന്ന ആളാണ് കാറിന് മഹത്വം കൊടുക്കുന്നത്. കാറിന്റെ വലുപ്പം അനുസരിച്ചല്ലല്ലോ എനിക്ക് മഹത്വം ഉണ്ടാകുന്നത്.
ഓടിക്കുന്ന ആളുടെ മഹത്വമാണ് കാറിന്റെ മഹത്വം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ ഈ സമൂഹത്തിന്റെ സമ്മർദ്ദത്തെ മറികടക്കാനുള്ള ആ വിനയം, ആ എളിമ, അത് ദൈവത്തിന്റെ രീതിയാണ്. അത് വേണമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഇച്ചിരി പ്രയാസമുള്ള ചില വചനങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. നീ ഇല്ലേ തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, നീ പ്രഭാത ഭക്ഷണമോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും സമ്പത്തുള്ള അയൽക്കാരെയൊന്നും വിളിക്കരുത്. ഗ്രീക്കിൽ ഫോനയോ എന്നാണ്. ഫോനയോ സ്ഥിരമായി ക്ഷണിക്കരുത് എന്ന അർത്ഥമുണ്ട്. സ്ഥിരമായി, അല്ലെങ്കിൽ അവരെ മാത്രമായി ക്ഷണിക്കരുത്. അവരെ വിളിക്കരുത്, ഒട്ടും വിളിക്കരുത് നല്ല അർത്ഥം. അവരെ മാത്രമായിട്ട് വിളിക്കരുത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവരെ തന്നെ വിളിക്കരുത്. കൂട്ടുകാരെയും ബന്ധുക്കളെയും ധനികരെയും ക്ഷണിക്കരുത് എന്നല്ല പറയണേ. നമ്മുടെ എല്ലാ പദ്ധതികളിലും ദരിദ്രർക്ക് സ്ഥാനം കൊടുക്കണം. അവരിലൂടെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ സന്നിഹിതനാകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ബന്ധുക്കളെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ദരിദ്രർക്ക് കൊടുക്കാനുള്ള നമ്മൾ കൊടുക്കണം, ദരിദ്രം കൂടി വിളിക്കണം. അവരിലൂടെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ സന്നിഹിതനാകുന്നതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ധനികരും ഒക്കെ വിളിച്ചാലത്തെ കുഴപ്പം എന്താണ്? അവർ തിരിച്ചങ്ങോട്ട് വിളിക്കും. ഈ സമൂഹത്തിലെ ആചാരമര്യാദ നമുക്ക് പ്രയാസമില്ല, നമുക്ക് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? നാം ഇത് തന്നെ ചെയ്യുന്നേ. ഇങ്ങോട്ട് വിളിച്ചവരെ അങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് വിളിച്ചവരെ ഇങ്ങോട്ട് വിളിക്കും. ഇതിന് പിറകിൽ ഒരു മതാചാരമുണ്ട്. അതാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. ഞാൻ നിനക്ക് തരുന്നത് നീ എനിക്ക് തിരിച്ചു തരണം. ഇതാണ് അതിന്റെ ആ മതാചാരം. ഗ്രീസിലും റോമായിലും ഒക്കെ മതങ്ങൾ പഠിപ്പിച്ചിരുന്നതാണ്. ഞാൻ നിനക്ക് തരുന്നു, നീ എനിക്ക് തിരിച്ചു തരണം. ഇതേ സംഗതി തന്നെയാണ് ദൈവവുമായുള്ള ബന്ധത്തിലും അവർ പറഞ്ഞിരുന്നത്. ദൈവത്തിന് കാഴ്ച കൊടുക്കുക. എന്തിനാ? അത് നമ്മൾ കൊടുത്തത് ഒരു 100 രൂപയാണ് ദൈവത്തിന് കാഴ്ച കൊടുത്തെങ്കിൽ ദൈവം നമുക്ക് ഒരു 1000 രൂപയുടെ ഗുണം ചെയ്തു തരണം. ഒരു തേങ്ങ ദേവനോ ദേവിക്കോ ഉടച്ചാല് ഒരു ജോലി സംഘടിപ്പിച്ച് തരണം. മനസ്സിലായോ? അപ്പോ ഞാൻ നിനക്കൊരു തേങ്ങ തരുന്നു, നീ എനിക്ക് വലിയൊരു ഉപകാരം ചെയ്യണം. ഞാൻ നിനക്കൊരു നേർച്ച ഇടുന്നു, നീ എനിക്ക് വലിയൊരു കാര്യം ചെയ്തു തരണം. ഇങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ കച്ചവടത്തിന്റെ രീതിയാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് മറ്റു മതങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്, ഗ്രീസിലും റോമായിലൊക്കെ. കർത്താവ് പറയാണ്, ആ രീതി ഏകസത്യ ദൈവമായ ദൈവത്തോട് ചെയ്യരുത്. ഏകസത്യ ദൈവമായ യാഹ്വേയോട് ചെയ്യരുത്, കർത്താവിനോട് ചെയ്യരുത്. കർത്താവ് നൽകുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ശുദ്ധമായ കൃപയാണ് ദൈവം നൽകുന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ശുദ്ധമായ കൃപയാണ് കർത്താവ് നൽകുന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സദ്യയും അത്താഴ്വിരുന്നും നമ്മൾ കൊടുക്കണമെന്ന്, കൃപയായിട്ട് കൊടുക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ സ്വഭാവം ക്രൈസ്തവ വിരുന്നുകൾക്കും ഉണ്ടാകണമെന്ന് യേശു ആവശ്യപ്പെടുന്നു. ഇത് തീർത്തും അസാധ്യമായ കാര്യമാണ്. അല്ല, എത്രയോ പള്ളികളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് എത്രയോ സ്ഥലത്ത് നേർച്ചപ്പട്ടിക തുറന്നിട്ട് പള്ളികൾ. അപ്പൊ തീർത്തും നടത്താൻ പറ്റാത്ത, പ്രായോഗികമല്ലാത്ത കാര്യമൊന്നുമല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ സഹായിക്കുന്ന സംഘടന കത്തോലിക്ക സഭയാണ്. ഈ ലോകത്തിന്റെ എല്ലാ മൂലകളിലും മനുഷ്യരെ സഹായിക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയാണ്. ഈ കത്തോലിക്ക സഭ ചെയ്യുന്ന സ്നേഹപ്രവർത്തികൾ, ചാരിറ്റി പ്രവർത്തികളുടെ 4 അയൽപ്പക്കത്ത് വരില്ല മറ്റൊരു സംഘടന ചെയ്യുന്നതും, ഒരു മതം ചെയ്യുന്നതും. അപ്പോൾ തീർത്തും അസാധ്യമായ കാര്യമല്ല കർത്താവ് പറഞ്ഞത്. നമ്മൾ കത്തോലിക്ക സഭ അത് ചെയ്യുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അത് സംഭവിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനാകും. ശരീരത്തിൽ ക്ഷതങ്ങളേറ്റ വികലാംഗര്, കൈകാലുകളിൽ ക്ഷതമേറ്റവര്, മുടന്തര്, കുരുടര്, ചെകിടർ, ഊമർ എന്നിവരൊന്നും യുഗാന്ത വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുകയില്ലെന്നാണ് ഖുമ്രാൻ സമൂഹത്തിൽ പഠിപ്പിച്ചിരുന്നത്. അതായിരുന്നു അന്നത്തെ സമൂഹത്തിന്റെ മനോഭാവം. ഇന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ പട്ടികയോട് യേശു ദരിദ്രർ എന്ന് കൂട്ടിച്ചേർക്കുന്നു. ദരിദ്രൻ അതൊരു വലിയ വിപ്ലവമായിരുന്നു. ഇസ്രായേൽ ജനതയ്ക്കുള്ള മറ്റൊരു ശീർഷകമാണ് ദരിദ്രര്. പ്രത്യേകിച്ചും ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദൈവത്തിനായി മാറ്റി നിർത്തപ്പെട്ട ശിഷ്ടഭാഗം. ദൈവം തെരഞ്ഞെടുക്കുന്നതും തന്റെ യുഗാന്ത വിരുന്ന് ക്ഷണിക്കുന്നതും ആരൊക്കെയെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. സമൂഹം മാറ്റി നിർത്തിയവരെ ദൈവം തന്റെ ശിഷ്ടഭാഗമായി തെരഞ്ഞെടുക്കുന്നു. ദൈവം തെരഞ്ഞെടുത്തവരെയല്ല ക്രൈസ്തവ വിരുന്നിൽ, ദൈവം തെരഞ്ഞെടുത്തവരെ അല്ലേ ക്രൈസ്തവ വിരുന്നിൽ പങ്കെടുപ്പിക്കേണ്ടത്? നാം ചെറിയവരായിരുന്നാൽ പോരാ, വിനയമുള്ളവരായിരുന്നാൽ പോരാ, സമൂഹത്തിലെ ചെറിയവരെ ശുശ്രൂഷിക്കുകയും വേണം. അത് ദൈവരാജ്യത്തിന്റെ നയമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്തവരെയാണ് ക്രൈസ്തവ സമൂഹം തെരഞ്ഞെടുക്കേണ്ടത്. മാത്രമല്ല, നാം വിനയമുള്ളവരും എളിമയുള്ളവരും മാത്രമായാൽ പോരാ, അങ്ങനെയുള്ള വിനയമുള്ളവരെ, സമൂഹത്തിൽ ചെറിയവരെ, അതാണ് ഉദ്ദേശിക്കുന്നത്. വിനീതരെന്ന് പറഞ്ഞാൽ ചെറിയവരെ ശുശ്രൂഷിക്കണം. ദൈവരാജ്യത്തിന്റെ നയമാണത്. ഇതും എളുപ്പമല്ല, എന്നാൽ അസാധ്യമല്ല.
പകരം നൽകാൻ ഒന്നുമില്ലാത്തവർക്ക് നാം ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലേക്ക് നാം ഇപ്പോഴേ പ്രവേശിക്കുകയാണ്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലേക്ക് ഇപ്പോഴേ പ്രവേശിക്കുന്നു. ഇപ്പോൾ തന്നെ നാം പുനരുത്ഥാനത്തിൽ ജീവിക്കുകയാണ്. മരണത്തിനപ്പുറത്തേക്ക് ചുവടുവെക്കുകയാണ്. എന്തൊരു മഹത്തായ സന്ദേശമാണ് കർത്താവ് നൽകിയത്. ഞാൻ ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് ഇതൊന്നും അസാധ്യമല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അച്ഛൻ തന്നെ പുകഴ്ത്തി അച്ഛന്റെ എളിമ കളഞ്ഞു, വിനയം കളഞ്ഞു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കരുത്. ഒരു സാക്ഷ്യമായിട്ട് കണ്ടാൽ മതി. ഇത് അസാധ്യമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റും. സാധ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള സംഗതികൾ തന്നെയാണ് ഇതെന്ന് പറയാൻ. പക്ഷേ അപ്പോഴും നിങ്ങൾ ഇത് പൊങ്ങച്ചമാണെന്ന് വിചാരിക്കുമല്ലെന്ന് കരുതിയിട്ട് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ഈ സമൂഹം മാറ്റി നിർത്തിയവരെ ദൈവം ശിഷ്ടഭാഗമായി തെരഞ്ഞെടുക്കുന്നു. ദൈവം തെരഞ്ഞെടുത്തവരെയാണ് ക്രൈസ്തവ സമൂഹം തെരഞ്ഞെടുക്കേണ്ടത്. അത് ദൈവരാജ്യത്തിന്റെ ഒരു നയമാണ്. ചെറിയവരായിരിക്കുക, ചെറിയവരെ ശുശ്രൂഷിക്കുക. ചെറിയവരെ ശുശ്രൂഷിക്കുക ദൈവരാജ്യത്തിന്റെ നയമാണ്. എളുപ്പമല്ല, പക്ഷെ അസാധ്യമല്ല. പകരം നൽകാൻ ഒന്നുമില്ലാത്തവർക്ക് നാം ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലേക്ക് നാം ഇപ്പോഴേ പ്രവേശിക്കുന്നു. ഇപ്പോൾ തന്നെ നാം പുനരുത്ഥാനത്തിൽ ജീവിക്കുന്നു. നാം മരണത്തിനപ്പുറത്തേക്ക് ചുവടുവെക്കുന്നു. അങ്ങനെ ചുവടുവെക്കാൻ, ജീവിച്ചിരിക്കുമ്പോഴേ മരണത്തിനപ്പുറത്തേക്ക് ചുവടുവെക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.